കൊച്ചി തമ്മനത്ത് കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നു. ജല അതോറിറ്റിയുടെ ടാങ്കാണ് തകർന്നത്. വീടുകളിലടക്കം വെള്ളം കയറി. സഹിൻ ആന്റണിയുടെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സഹിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സാഹചര്യം? ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായത്. പുലർച്ചയോടുകൂടി ടാങ്ക് പൂർണ്ണമായും തകരുകയായിരുന്നു. കൊച്ചി തമ്മനത്ത് റിയാൻ സ്റ്റുഡിയോയുടെ സമീപത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് ഉള്ളത്. ഈ ടാങ്കിന്റെ ഭിത്തി തകർന്ന വെള്ളം വഴിയിലേക്കും ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ള വീടുകളിലേക്കും ഒഴുകുകയായിരുന്നു. 1,28,000 ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് തകർന്നു വീണത്. ആ ടാങ്ക് തകർന്നതോടുകൂടി അവിടെയുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറാൻ തുടങ്ങി. വീടുകൾ മാത്രമല്ല, പല ഓഫീസുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലേക്കെല്ലാം വെള്ളം കയറുന്നുണ്ട്. ഇന്ന് രാവിലെ വെള്ളം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചെളിയും ഒപ്പം തന്നെ മണ്ണും നിറഞ്ഞ അവസ്ഥയിലാണ് പല വീടുകളും ഉള്ളത്. ഇന്നലെ രാത്രി ആളുകൾക്ക് കാര്യം എന്താണെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല. പിന്നീടാണ് ഈ ടാങ്ക് തകർന്നെന്ന് മനസ്സിലാകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ 1,28,000 ലിറ്റർ വെള്ളം വഹിക്കാൻ കഴിയുന്ന ആ ടാങ്കിന്റെ ഭിത്തി തകർന്നു പോവുകയായിരുന്നു. അതോടുകൂടിയാണ് ടാങ്ക് പൂർണ്ണമായും പൊളിഞ്ഞ് വീഴുകയും വെള്ളം നിരത്തിലേക്കും ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ള വീടുകളിലേക്കൊക്കെ ഒഴുകി അത് കയറാൻ തുടങ്ങിയത്. എന്തായാലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഇതൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതായിരുന്നു വാട്ടർ അതോറിറ്റി. എന്നാൽ അക്കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് കാലപ്പഴക്കം വന്ന ടാങ്ക് തകർന്നു വീണത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. സഹിനി, വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ടല്ലോ നിരവധി വീടുകളിൽ. ഇപ്പോൾ ആളുകളെയൊക്കെ വീടുകളിൽ നിന്ന് മാറ്റേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ വീടുകളിലേക്ക് വെള്ളം കയറി ആ വീടുകളിൽ ചെളിയും മണ്ണും നിറഞ്ഞ ഒരവസ്ഥയാണ്. അതെല്ലാം ശുചീകരിക്കേണ്ടതും ഒപ്പം വൃത്തിയാക്കേണ്ടതുമായി വരും. അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. വലിയ രീതിയിലേക്ക് കുത്തിയൊഴുകി വെള്ളം കയറിയില്ല. പക്ഷേ കയറിയ വെള്ളം ചെളിയും മണ്ണും കൊണ്ട് അതിനകത്തേക്ക് കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീടെല്ലാം വൃത്തിയാക്കേണ്ടതായി വരും. നാട്ടുകാർക്ക് വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ വാട്ടർ അതോറിറ്റി കൃത്യമായ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. സഹിൻ, ഈ അധികൃതർ പരിശോധന നടത്തിയില്ലെന്ന് പറയുന്നു. ഇപ്പോൾ ഈ ടാങ്ക് തകരാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാലപ്പഴക്കം തന്നെയാണ് ടാങ്ക് തകരാനുള്ള കാരണം എന്നുള്ളതാണ്. ആ ഭിത്തി തകർന്നാണ് ടാങ്കിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുകിയത്. 1,28,000 ലിറ്ററിലധികം കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ആയിരുന്നു. ആ ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായും നിറഞ്ഞൊരവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം വെള്ളം വഹിക്കാനുള്ള ഒരു ശക്തി ആ ടാങ്കിന് നിലവിലെ സാഹചര്യത്തിൽ ഇല്ലായിരുന്നു. ആ ഭിത്തികൾക്ക് വിള്ളലുണ്ടായിരുന്നു. ആ ഭിത്തികളിൽ വിള്ളലിൽ തന്നെയാണ് ആ ഭിത്തി തകർന്നു പോകാനുള്ള കാരണമായി മാറിയതും. എന്തായാലും നേരത്തെ തന്നെ ഈ കാലപ്പഴക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഈ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ നടപടി വേണ്ട വിധത്തിൽ എടുത്തിരുന്നില്ല എന്നാണല്ലേ ആരോപണം? അത് തന്നെയാണ് കാരണം. ഇത് ഈ വാട്ടർ അതോറിറ്റി തമ്മനം റിയാൻ സ്റ്റുഡിയോന്റെ സമീപത്തുള്ള ടാങ്ക് കാലപ്പഴക്കമുള്ളൊരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ അതിൽ പകുതിയിലധികം വെള്ളം ഒരിക്കലും നിറച്ചിടാറില്ല. അങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ ആ ടാങ്കിനത് താങ്ങാനുള്ളൊരു ശക്തി ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് നിറക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതോടുകൂടി ടാങ്കിന്റെ ഭിത്തികൾ തകരുകയായിരുന്നു. വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അങ്ങനെ വെള്ളം ചുറ്റുപാടുള്ള വീടുകളിലും ഒപ്പം തന്നെ പരിസരത്തിലെ ഓഫീസുകളിലേക്ക് നിരച്ചു കയറുകയാണ് ഉണ്ടായത്. ശരി സഹിൻ, കൊച്ചി തമ്മനത്താണ് കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്ന അപകടമുണ്ടായത്. വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് സഹിൻ ആന്റണിയാണ്.